കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ശതാധിപന് ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം 4-ാം വാക്യം, നിന്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോടും ഇന്ന് പറയുവാനുള്ളത്, നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമല്ല, അതെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള ഏക വഴി പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ തത്വം അത്രേ, യാചിപ്പീൻ എന്നാൽ കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും എന്നത്. അങ്ങനെ നാം നമ്മുടെ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ അപേക്ഷിക്കുന്നു. അത്രമാത്രം നാം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഉറപ്പത്രേ, നമ്മുടെ പ്രാർത്ഥനകൾ പാഴായും എങ്ങും എത്താതെയും പോയിട്ടില്ല, അത് ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. കൊർന്നല്യോസ് എന്തെങ്കിലും കാണപ്പെടാൻ പ്രാർത്ഥിച്ചില്ല. അവൻ്റെ ഹൃദയം ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ചത്. എന്നിട്ടും സ്വർഗം സാക്ഷ്യപ്പെടുത്തി, നിന്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു എന്ന്. നാം ചെയ്തിട്ടുള്ള കണ്ണുനീരോടുകൂടിയുള്ളതായ പ്രാർത്ഥനകൾ, ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചവ, വാക്കുകളില്ലാതെ ഹൃദയ ഞരക്കത്തോടെ പ്രാർത്ഥിച്ചത്, ആശയക്കുഴപ്പത്തിലും സംശയവൃത്തത്തിലുമായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചവ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഈ വിധത്തിൽ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് അത് ഓർക്കുന്നു. ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് കൊർന്നല്യോസ് വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള മൗനം ദൈവം പ്രാർത്ഥന കേട്ടില്ല എന്നർത്ഥമാകുന്നില്ല. താമസം നേരിട്ടത് ദൈവത്തിൻ്റെ നിഷേധിക്കലുമല്ല. ദൈവം പലപ്പോഴും തൻ്റെ കൈ പരസ്യമായി വെളിപ്പെടുത്തുന്നതിന് വളരെ മുൻപ് തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സമ്മർദ്ദം തന്നെ ദൈവം നമ്മെ മഹത്തായ ഒന്നിനായി രൂപപ്പെടുത്തുന്നു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കുള്ള മറുപടി പ്രത്യക്ഷമാകും വരെ സ്തോത്രത്തോടും സ്ഥിരതയോടും കൂടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക. Our prayers are shaping the history in ways we cannot yet see. നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ഇതുവരെ കാണാൻ കഴിയാത്ത വിധത്തിൽ ചരിത്രത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടുമായി ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, നിന്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.